നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോൾ ഒരുങ്ങിയോ? നല്ല സുന്ദരി കുട്ടിയായല്ലോ. സ്കൂളിൽ ഏറ്റവും സുന്ദരി എന്റെ ദിയമോളായിരിക്കും. സുചിത്ര ആന്റിക്ക് വലിയ സെൻസ് ആണല്ലോ. വാ നമുക്ക് ആഹാരം കഴിക്കാം. അവളുടെ ചെലവിലും ഔദാര്യത്തിലുമാ നമ്മൾ ജീവിക്കുന്നത്. അവളുടെ ഇഷ്ടത്തിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ ചിലപ്പോ തല്ലി പുറത്താക്കാൻ അവള് മടിക്കില്ല. രാജീവന്റെ അവളുടെ അമ്മയുടെ ആക്സിഡന്റിന് പിന്നിൽ ഞാനാണെന്ന് അറിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നു. പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നേ? എത്ര കാലോന്ന് വെച്ചാ അവളുടെ ഈ ഉമ്മാക്കി കളി കണ്ട് പേടിച്ച് ഭയന്നിങ്ങനെ ജീവിക്കുന്നത്? അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ തന്ത്രപരമായി എന്റെ പേരിലേക്ക് വ്യവസ്ഥ ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആ ശ്രമം വിജയിക്കുന്നതുവരെ അവളുടെ അടിമയായി കഴിയാനേ നിവൃത്തിയുള്ളൂ. സ്വത്തെല്ലാം കയ്യിൽ വന്നോട്ടെ, ആ നിമിഷം ഞാൻ അവളെ ചവിട്ടി പുറത്താക്കിയിരിക്കും. എന്റെ മനസ്സിലുള്ള പദ്ധതിയും അത് തന്നെയാ. കല്യാണം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോടാ. നീ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി അവള് ഭാര്യയാണെന്നതിനുള്ള തെളിവ് അതുമാത്രല്ലേ ഉള്ളൂ. അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് വേണം അവളെ ഇവിടുന്ന് പുറത്താക്കാൻ. എന്നിട്ട് കോടീശ്വരിയായ മറ്റൊരു പെണ്ണിനെ നീ വിവാഹം കഴിക്കണം. നിന്റെ കോടികളും പുതുപ്പെണ്ണിന്റെ കോടികളും കൂടി ആവുമ്പോ നീ തന്നെയായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. എന്റെ മനസ്സിലുള്ള സ്വപ്നം അമ്മയുടെ മനസ്സിലും അതേപടി പതിഞ്ഞല്ലോ. അമ്മ തന്നെയാ ഈ കാര്യത്തിൽ എനിക്ക് മാതൃക. നീ ഇപ്പോ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ ചിലതൊക്കെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി രാഖി കണ്ടതുപോലെ ആ ശ്രീവിദ്യ തള്ളയുടെ പ്രേതം ഇവിടെങ്ങാനും അലിഞ്ഞു തരുന്ന നടപ്പുണ്ടോ ആവോ? ഈശ്വര, ഇന്ന് എന്റെ ഉറക്കം പോയത് തന്നെ. നാരായണ, അയ്യോ, എങ്ങനെയുണ്ട് അച്ഛമ്മേ? ദിയമോള് സുന്ദരിയായോ? കല്യാണ പെണ്ണിനെ പോലെയുണ്ട്. നിന്നെ ഞാൻ ഒരുക്കി നിർത്തിയതല്ലേ, പിന്നെന്തിനാ വീണ്ടും ഒരു മേക്കപ്പ്? ദിയമോള് ആദ്യമായിട്ട് സ്കൂളിൽ ചേരാൻ പോവല്ലേ? എല്ലാരും എന്നൊക്കെ സുന്ദരിയാണെന്ന് പറയണ്ടേ? ഇങ്ങനെയാണെങ്കിൽ ആമ്പിള്ളേര് കല്യാണം ആലോചിച്ച് വരുമല്ലോ. വരട്ടെ. ദിയമോൾക്ക് ഇഷ്ടപ്പെട്ടാരെ ദിയമോള് കല്യാണം കഴിക്കോളൂ. വന്ദനേ, നീ കൊച്ചിന് സ്വർണ്ണമൊക്കെ ഒന്ന് ഒപ്പിച്ചു വെച്ചോ? ആള് കല്യാണം കഴിക്കാൻ ഇപ്പോഴേ റെഡിയാ. അയ്യടി സുന്ദരി കുട്ടി. സ്കൂളിലെ നിന്നെക്കാളും സുന്ദരി കൊച്ചുങ്ങള് കാണും. കേട്ടില്ല അച്ഛമ്മേ, വന്ദനമ്മയുടെ ഒരു കുശുമ്പ്. അതെ, ഈ ടിഫിൻ ബോക്സിൽ ഉച്ചഭക്ഷണമാണേ, മറക്കാതെ മുഴുവൻ കഴിക്കണം.
എന്നാലേ ബുദ്ധി വരും. ശരി അച്ഛമ്മേ. ആഹാ, മോൾ ഒരുങ്ങിയോ? ആ നല്ല സുന്ദരി കുട്ടിയായല്ലോ. സ്കൂളിൽ ഏറ്റവും സുന്ദരി എന്റെ ദിയമോളായിരിക്കും. സുചിത്ര ആന്റിക്ക് വലിയ സെൻസ് ആണല്ലോ. വാ, നമുക്ക് ആഹാരം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലേ ബുദ്ധി കുറയും. എനിക്ക് വിശപ്പില്ല. അതുമല്ല, എനിക്ക് ആന്റിനെ പോലെ സ്ലിം ബൂട്ടിയാവണം. അതൊക്കെ വലുതാവുമ്പോ മതി. ഇപ്പൊ ആഹാരം കഴിക്കാം. വാ. വാ. മോളെ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. ഇതാ പൈസ. ഇനി അച്ഛൻ റിട്ടയർ ചെയ്ത കാര്യങ്ങളൊക്കെ മുടങ്ങും. ആലോചിക്കുമ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയോ. ഞാനെന്തായാലും ഉടനെ ഒരു ജോലി കണ്ടുപിടിക്കാം. എനിക്കൊരു വരുമാനം ഉണ്ടായ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരും. ഒരു വഴി അടയ്ക്കുമ്പോ ദൈവം മറ്റൊരു വഴി തുറന്നു തരുമായിരിക്കും. ദാ, ഇത് വെച്ചോ. ദാ. വേക്കൻസി. ഡെലിവറി നമ്മള് കൃത്യമായി ചെയ്തിട്ടുണ്ടാവില്ല. പരീക്ഷയുടെ പേരും പറഞ്ഞ് ബിസിനസ് ആകെ തകിടം മറിച്ചോണ്ടിരിക്കുക. ഡെലിവറിയുടെ കാര്യം എന്തായി? ഡെലിവറി എല്ലാം കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോ നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാനായിരിക്കും ഇത്ര നേരത്തെ വന്നത്? അല്ല, നാളത്തെ പരീക്ഷ വളരെ ഈസിയാ. അതിനി പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടാ. ഏട്ടനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനാ ഞാൻ നേരത്തെ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.